കോൺഗ്രസിലെ മുഖ്യമന്ത്രി ആരെന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. അത് തന്നെയാണ് നമുക്കും ചോദിക്കാനുള്ളത്. മുൻ KPCC അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുമായി ഹൈക്കമാൻഡ് ഇന്ന് ചർച്ച നടത്തും. പൊതുവികാരം മനസ്സിലാക്കാൻ നിയോഗിച്ച രഹസ്യ നിരീക്ഷകരുടെ റിപ്പോർട്ടും ഇന്ന് ഹൈക്കമാൻഡിന്റെ മുന്നിൽ എത്തിയേക്കും. വിനിത വിജയ വിവരങ്ങൾ ചേരുന്നു. വിനിത, അതെല്ലാം കൂടെ കുഴച്ച് ആറ്റിക്കുറുക്കി ഒരു ഫൈനൽ തീരുമാനം ഇന്നുണ്ടാവുമോ? ഒറ്റ ചോദ്യം. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇത് കുറേ നാളായി ചർച്ച, നാളെ ഇന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ചുരുക്കത്തിൽ അറിയേണ്ട കാര്യം തീരുമാനം ഉണ്ടാവും എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ഒരു ഹാപ്പി ബർത്ത്ഡേ വിനീതോട് പറഞ്ഞായിരുന്നു, വിനീത കേട്ടില്ല. ഹാപ്പി ബർത്ത്ഡേ വിനീത. അതിനോടൊപ്പം കോൺഗ്രസിലെ കാര്യങ്ങൾ കൂടി പറയും. താങ്ക് യു സോ മച്ച് ഹാഷ്മി ആൻഡ് പ്രവിത. എനിക്ക് നേരത്തെ കേൾക്കാൻ കഴിഞ്ഞില്ല, ഹെഡ്ഫോൺ ഡിസ്കണക്ട് ആയതാണ്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നെങ്കിലും നമുക്കതിനൊരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഇന്ന് വൈകിട്ടോടുകൂടി അല്ലെങ്കിൽ നാളെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് AICC വൃത്തങ്ങളിൽ നിന്നടക്കം ലഭ്യമാവുന്ന വിവരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കേരള ഹൗസിൽ തന്നെയാണ്. ഇവിടെ നമുക്ക് നേതാക്കളൊക്കെ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവരിപ്പോഴും കേരള ഹൗസിൽ തന്നെയാണുള്ളത്. MM ഹസനുണ്ട്, PC വിഷ്ണുനാഥ് എത്തിയിട്ടുണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോഴും കേരള ഹൗസിൽ തുടരുകയാണ്. അവർക്ക് AICC-യിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചാൽ സമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ രാവിലെ 11 മണിയോടുകൂടിയോ അല്ലെങ്കിൽ വൈകിട്ട് 4 മണിയോടുകൂടിയോ ആയിരിക്കും ഈ കൂടിക്കാഴ്ച ഉണ്ടാവുക എന്നാണ് അറിയാൻ കഴിയുന്നത്. അതനുസരിച്ച് നേതാക്കൾ കേരള ഹൗസിൽ നിന്ന് AICC-യിലേക്കോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്കോ ഒക്കെ എത്തിയായിരിക്കും ഈ കൂടിക്കാഴ്ച നടത്തുക. ഏതാണെങ്കിലും അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുൻപ് നേതാക്കളുടെയൊക്കെ ഒരു അഭിപ്രായം തേടിക്കൊണ്ടാവും ആ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. നമുക്ക് അറിയാൻ കഴിയുന്ന പോലെ ഈ ഏറ്റവും ഒടുവിലത്തെ നിമിഷവും ഈ 3 നേതാക്കളും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണുള്ളത്. ഒരു ഇഞ്ച് പോലും ആരും പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇവർ മുന്നോട്ട് വെച്ച കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിൽ ഏത് കാര്യത്തിനാണ്, ഏത് മാനദണ്ഡം സ്വീകരിക്കണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ AICC ഇതിനോടകം തന്നെ ഹൈക്കമാൻഡ് ഇതിനോടകം തന്നെ തീരുമാനിച്ചിട്ടുണ്ടെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയതിനു ശേഷം ആ തീരുമാനം ഈ നേതാക്കളോട് ചോദിച്ച് ആ തീരുമാനത്തോടുള്ള ഈ നേതാക്കളുടെ അഭിപ്രായം കൂടി തേടുന്നതിന് വേണ്ടിയാണ് ഈ കൂടിക്കാഴ്ച എന്ന തരത്തിലുള്ള വിവരവുമുണ്ട്. ഏതാണെങ്കിലും ഈ 2 ദിവസത്തിനുള്ളിൽ ഇന്ന് വൈകിട്ടോട് കൂടിയോ അല്ലെങ്കിൽ നാളെയോ ഒരു പ്രഖ്യാപനത്തിലേക്ക് അടക്കം കടക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഹാഷ്മി, അല്ല വിനിത, ഇതാണെങ്കിൽ ഇങ്ങനെ ഈ ആൾക്കാർ ചോദിച്ചു ആരെങ്കിലും ഒരാൾ മതി, എന്തെങ്കിലും ആവട്ടെ എന്ന ഒരു പാകപ്പെടുത്തലിലേക്കാണ് ഈ വെച്ചുവയ്പ്പിക്കൽ സ്ട്രാറ്റജി എന്നൊക്കെ ഇന്നലെ ചർച്ചയിൽ ആരൊക്കെയോ പറഞ്ഞായിരുന്നു. വിനിത, അത് വലിയ കഥയുണ്ടോ? തീർച്ചയായും ഹാഷ്മി, അതൊരു സമവായത്തിലേക്ക് അടക്കം എത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിൽ ആദ്യഘട്ടത്തിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് വലിയ വിയോജിപ്പുണ്ടായിരുന്നു. അത് ഈ കേരളത്തിലേക്കുണ്ടായ ഈ ഫ്ലെക്സ് യുദ്ധം പോലുള്ള നടപടിക്രമങ്ങളിലൊക്കെ അതൊരു തീർച്ചയായും ഒരു അച്ചടക്ക ലംഘനം എന്ന നിലയിൽ തന്നെയാണ് ഹൈക്കമാൻഡ് അതിനെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കൂളിംഗ് പീരീഡാണ് ഈ കാലയളവിൽ നൽകിയിരിക്കുന്നത് ഹൈക്കമാൻഡ് എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക. അതിനുശേഷം ഈ സ്ഥിതിഗതികളൊക്കെ സാവധാനം അടങ്ങിയതിന് ശേഷം മാത്രം പ്രഖ്യാപനത്തിലേക്ക് കടക്കാമെന്നായിരുന്നു ഹൈക്കമാൻഡ് ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ നിരീക്ഷകരടക്കം നേരത്തെ അവർ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിലടക്കം പറയുന്നത് ഇങ്ങനെ നീണ്ടു പോകുന്നത് അത്ര ഗുണകരമാകില്ല എന്നൊരു അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഇന്നലെ ആ ചർച്ചകളിലേക്ക് അടക്കം നീങ്ങിയത്. അതിൽ രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അത് ഏതാണ്ട് ഒരു അരമണിക്കൂറോളം ആ ചർച്ചകൾ നീണ്ടു എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ കൂടിയുണ്ട്. ആ ചർച്ചകളിലാണ് ഒരു അന്തിമ തീരുമാനം, അത് കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളുടെ ഈ KPCC മുൻ അധ്യക്ഷന്മാർ, വർക്കിംഗ് പ്രസിഡന്റുമാർ, ഒപ്പം തന്നെ മുതിർന്ന നേതാക്കൾ എന്നിവരുടെയൊക്കെ കൂടി അഭിപ്രായം തേടിക്കൊണ്ട് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താമെന്ന തരത്തിൽ നേതാക്കൾ എത്തിയത്. ഓക്കെ, ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.